ഹലോ, ഇത് ഇന്നലെ അരച്ച് വെച്ച അപ്പത്തിൻ്റെ മാവാണേ. ഇത് രാവിലെ ഞാൻ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വന്നപ്പോൾ എൻ്റെ കൂടെ ആദൂട്ടനും വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവൻ്റെ സൗണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കേട്ടത്. അവൻ രാവിലെ അടുക്കളയിൽ വന്ന് ഞാൻ എന്താ ചെയ്യണേന്ന് അറിയാൻ വേണ്ടി നോക്കി നിൽക്കുമായിരുന്നേ. ഇവർക്ക് ഈ അപ്പം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതങ്ങനെ കഴിച്ചുള്ള ശീലമേ ഉള്ളൂ അല്ലേ, അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്നൊന്നും അറിയില്ലല്ലോ. അപ്പം ഞാൻ അപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഞാൻ ഉപ്പിട്ടിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഇത്തിരി പഞ്ചസാര ഇടാറുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് അവന് ചോദിക്കുക, ഈ പഞ്ചസാര ഇട്ടാണ് അപ്പം ഉണ്ടാക്കണേന്ന് ചോദിച്ചതാണ് നിങ്ങളെ കേട്ടത്. അങ്ങനെ മാവൊക്കെ കലക്കി വെച്ചിട്ട് ഞാൻ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ. അരി അടുപ്പത്തിട്ടതിന് ശേഷം അപ്പം ചുട്ട് കൊടുത്തു കേട്ടോ. അപ്പത്തിന് ഇന്നലത്തെ ബീഫ് കറി വെച്ചതുണ്ടായിരുന്നു കേട്ടോ. അപ്പം അപ്പം ബീഫ് കറിയാണ് രാവിലെ കഴിച്ചത്. ഈ അപ്പത്തിനൊക്കെ മാവൊക്കെ അരച്ച് വെച്ച്, ദോശയ്ക്കാണെങ്കിലും മാവൊക്കെ അരച്ച് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് അടുക്കളയിൽ കയറുമ്പോൾ തന്നെ അതായിരിക്കുമല്ലേ തുറന്നു നോക്കുന്നത്, അത് പുളിച്ചോ അതിൻ്റെ അവസ്ഥ എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട്. ഇന്ന് നമുക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് തലയാണ് കിട്ടിയിട്ടുള്ളത്, മീൻതല. അതിൽ മീൻതലയാണെങ്കിൽ ഒത്തിരി ഇങ്ങനെ ദശയൊക്കെ ഉള്ള ടൈപ്പായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനത് കഴുകിയെടുത്ത് മീൻതലയെ കറി വയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ഒത്തിരി സന്തോഷത്തിലാണ്, കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ സബ്സ്ക്രൈബർ കുറയുന്നതിനെ പറ്റി ഒക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. ആ ഒരു വീഡിയോയ്ക്ക് എനിക്കൊരു 11-12 സബ്സ്ക്രൈബർ എടുത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇത്രയും സബ്സ്ക്രൈബർ ഒരുമിച്ച് കയറുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി അത് കണ്ടിട്ട്. ഇങ്ങനെ കയറാറില്ല, ഒരെണ്ണം 2 എണ്ണം അത്രയൊക്കെ ആട്ടോ കയറാറുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒറ്റ ദിവസം ഒറ്റൊരു വീഡിയോയ്ക്ക് തന്നെ ഇത്രയും കയറിയപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പി ആയിട്ടോ. ഇനി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം കേട്ടോ. ഇന്ന് നല്ല തെളിഞ്ഞ ദിവസമായിരുന്നു കേട്ടോ, നല്ല വെയിലൊക്കെ രാവിലെ ഉണ്ടായിരുന്നേ. പിന്നെ ഇന്നായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ഉണ്ടായിരുന്നത്, അത് ഞാൻ കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മീൻകറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മീനുൻ്റെ സ്കൂളിലൊന്ന് പോകണമായിരുന്നു കേട്ടോ. അവർക്ക് ടെക്സ്റ്റ് ബുക്കൊക്കെ കൊടുത്തു തുടങ്ങി. അപ്പോൾ ഇന്നലെയാണ് മെസ്സേജ് വന്നത്, ഇന്ന് ടെക്സ്റ്റ് വാങ്ങാൻ ചെല്ലണം എന്നും പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഞാൻ കാണുന്നത്. ആ ആകാശം എന്ത് ഭംഗിയാന്ന് നോക്കിക്കുക, നല്ല രസമില്ലേ കാണാനായിട്ട്. ഇതാണ് കേട്ടോ മീനുൻ്റെ സ്കൂള്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണേ.